നമസ്കാരം. ഭഗവത്ഗീതയിലെ 6-ാമത്തെ ചാപ്റ്റർ ധ്യാനയോഗത്തിലെ 34-ാമത്തെ ശ്ലോകത്തിലൂടെ അർജുനൻ ഭഗവാനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഈ മനസ്സ് നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണ്. അതിന് ഭഗവാൻ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് നമുക്ക് നോക്കാം. ആ ശ്ലോകം ഞാനൊന്ന് വായിക്കാം. ശ്രീ ഭഗവാനുവാച അസംശയം മഹാബാഹോ മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യതേ. ആദ്യം തന്നെ അർജുനൻ പറയുന്നതിനോട് യോജിച്ചു. അർജുന, നീ പറയുന്നത് ശരിയാണ്. ചഞ്ചലമായ മനസ്സിനെ നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണ്. രണ്ടാമത്തെ ശ്ലോകത്തിലൂടെ പറയാണ്, അഭ്യാസേനതു കൗന്ദേയ വൈരാഗ്യേന ച ഗൃഹ്യത. അല്ലയോ അർജുന, 2 മെത്തേഡുകളാണ് മനസ്സിനെ നിയന്ത്രിക്കാനുള്ളത്. ഒന്ന് അഭ്യാസം. അഭ്യാസം എന്ന് പറഞ്ഞാൽ പലതരം പ്രാക്ടീസ്. ഇത്തരത്തിലുള്ള നിരവധി പ്രാക്ടീസുകൾ ഇനി വരുന്ന ഓരോ ശ്ലോകങ്ങളിലും പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് അഭ്യാസം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ്. അത് പ്രത്യേകിച്ച് യോഗ പ്രാക്ടീസുകളാണ്, പ്രാണായാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അഭ്യാസേനതു കൗന്ദേയ. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനെങ്കിലും ഒട്ടിപ്പിടിക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ മനസ്സിനുണ്ട്. നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളൊന്ന് കണ്ടാൽ അതെനിക്ക് വേണം, അതെനിക്ക് സ്വന്തമാക്കണം എന്നുള്ള ഒരു തോന്നൽ. അതിൽ തന്നെ മനസ്സ് അതിൽ തന്നെ കുടുങ്ങിക്കിടക്കും, ഒട്ടിപ്പിടിക്കൽ. ആ ഒട്ടിപ്പിടിക്കലിന് അതാണ് നമ്മൾ അറ്റാച്ച്മെൻറ്റ് എന്ന് പറയും. ആ അറ്റാച്ച്മെൻറ്റിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റിലേക്ക് വരുന്നതിനാണ് എന്ത് പറയുക, വൈരാഗ്യം എന്ന് പറയും. അപ്പം മനസ്സിനെ വൈരാഗ്യത്തിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള പ്രാക്ടീസുകൾ ഒരുപാടെണ്ണം പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ഓരോ ഷോർട്സിൽ ഓരോരോ പ്രാക്ടീസ് പറയാം. അപ്പോൾ അഭ്യാസം, വൈരാഗ്യം, ഡിറ്റാച്ച്മെൻറ്റ് ആൻഡ് പ്രാക്ടീസ്, ഇതാണ് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള 2 വഴികൾ. ഇത് തന്നെ യോഗസൂത്രത്തിൽ പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ പറയുന്നത്. അവിടെ പറയുന്നത് അഭ്യാസ വൈരാഗ്യാഭ്യാം തന്നിരോധ. അഭ്യാസത്തിലൂടെയും വൈരാഗ്യത്തിലൂടെയും നമ്മൾക്ക് മനസ്സിൻ്റെ ഈ ചാഞ്ചാട്ടം നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റും, അല്ലെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയാണോ ഒരു മനസ്സിനെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള നമ്മുടെ ബോധത്തിൽ നിന്ന് പ്രവർത്തിക്കാൻ പറ്റും. അതാണ് എങ്ങനെയാണോ ഒരു കലക്കും വെള്ളത്തിലെ കലക്കൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിത്തട്ടിലുള്ള ഒരു സ്വർണ്ണ നാണയം കാണാൻ നമുക്ക് സാധിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഇമ്പ്യൂരിറ്റീസൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിലുള്ള ബോധത്തിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. ഓക്കെ, അത് തുടർന്ന് അതിനുള്ള ടിപ്സ് നമുക്ക് ഓരോ പ്രാക്ടീസ് നമുക്ക് അടുത്ത ഷോർട്സിൽ പ്രാക്ടീസുകൾ തുടങ്ങാം. ഓക്കെ, താങ്ക് യു.